ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ജേർണലിംഗ് കിറ്റ് വെച്ച് ജേർണൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ ആദ്യത്തെ ജേർണലിംഗ് വീഡിയോ ഇത്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. പിന്നെ ഈ ജേർണലിംഗ് കിറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ എല്ലാവരും പറഞ്ഞതാണ് ഇത് വെച്ച് ജേർണൽ ചെയ്യണമെന്ന് കമൻറ്റൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജേർണലിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ബുക്ക് കേട്ടോ. ഈ ജേർണലിംഗ് വീഡിയോ ഈ കിറ്റിനെ കുറിച്ച് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പം ഈ ബുക്കിൻ്റെ കവർ പേജ് ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അത് മാറ്റി. പിന്നെ ഇതാണ് എൻ്റെ ബുക്ക്. ഈ ബുക്ക് ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടൊക്കെ. പിന്നെ അതിൻ്റെ ഒരു പേജ്, ഫ്രണ്ട് പേജ് ഇതാണ്, ഒരു മഞ്ഞ കളറിൽ. ഇതിൽ ജേർണൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. അപ്പം ഇനി നമ്മൾ ഈ വൈറ്റ് പേജിലാട്ടോ ജേർണൽ ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിലൊരൊറ്റ പേജ് ഉണ്ട്, ബട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ പേജിലാണ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അവിടെ കൂടുതൽ പേജില്ലാത്തതുകൊണ്ട് അവിടെ പൊക്കം കുറവാണ്, അതുകൊണ്ട് ജേർണൽ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു ബുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതാണോ പാറ്റേൺ പേപ്പർ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ കിറ്റിനെ കുറിച്ച് എനിക്ക് വലിയതായിട്ട് ഒന്നും അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എനിക്കെൻ്റെ ചേച്ചി അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ജേർണലിംഗ് കിറ്റ് ഉപയോഗിച്ചിട്ടും ഇല്ല. എനിക്ക് ജേർണൽ ചെയ്യാൻ വലിയ എക്സ്പീരിയൻസും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് തെറ്റുപറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ എനിക്ക് ചെറുതായിട്ട് തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ടും ഒരുമാതിരി വല്ലാതായിരിക്കും. അതുകൊണ്ട് അതും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം ഇതിന് ഇപ്പം കീറിയെടുത്ത് ഇത്തിരി സൈസ് കൂടുതലായതുകൊണ്ട് ഞാനത് ഇത്തിരി കീറിക്കളഞ്ഞു. പിന്നെ ഈ ഫെവിസ്റ്റിക്ക് കേട്ടോ ഞാൻ ഇത് ഒട്ടിക്കാൻ എടുക്കുന്നത്. ഫെവിസ്റ്റിക്ക് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫെവിക്കോള് അതേപോലത്തെയൊക്കെ പക്ഷേ എടുക്കുകയാണെങ്കിൽ പേപ്പർ ഭയങ്കരമായിട്ട് അങ്ങ് കുതിർന്നു പോകും. അത് മാത്രമല്ല ഈ കിറ്റിനകത്തുള്ള പേപ്പറൊക്കെ വലുതായിട്ട് കട്ടിയില്ലാത്തതുമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഫെവിസ്റ്റിക്ക് കേട്ടോ എടുക്കുന്നത്. അവിടെ പശയൊക്കെ തേച്ചു. ഇനി അതിനകത്തോട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ജേർണൽ കിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ ചാനലിൽ. അപ്പം എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആ വീഡിയോയിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ നമ്മുടെ ചാനൽ. പിന്നെ അടുത്ത അതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള പീസ് ഞാൻ ഈ ബട്ടർഫ്ലൈയുമായിട്ടുള്ള ഇതാട്ടോ കീറിയെടുക്കുന്നത്. അപ്പോൾ അത് കീറിയെടുത്തു. ഇനി അവിടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഫെവിസ്റ്റിക്ക് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത് കറക്റ്റ് അളവാട്ടോ, കുഞ്ഞൊരു പീസ്. ഈ ബുക്ക് ഭയങ്കര ചെറുതാണ്, ഇതിനകത്തുള്ള സപ്ലൈസ് ഭയങ്കര വലുത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് അതിനകത്ത് ചെയ്യാൻ. എനിക്കിതാണെങ്കിൽ ഒന്നും അറിയത്തോ ഇല്ല ഇങ്ങനെ ചെയ്യണമെന്ന്. ഈ ജേർണലൊക്കെ ചെയ്യുന്ന കുറേ ചേച്ചിമാരുടെ വീഡിയോ കാണാറുണ്ട്, കഡിൽ ക്ലൗഡ്, നീനുഷാജി, ജേർണലിംഗ് ഹാർട്ട് വിത്ത് മേഘന, അങ്ങനെ കുറേ പേരെ കാണാറുണ്ട്. ബട്ട് എന്നെക്കൊണ്ട് ഇതെനിക്കങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ചെയ്യാൻ ഇത്തിരി കുളമായിട്ടൊക്കെയാണ് വരുന്നത്. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. ഇതാട്ടോ എൻ്റെ ഇവിടെ നടുക്കായിട്ട് ഒട്ടിക്കാൻ പോകുന്ന പിക്ചർ. അത് ഇത്തിരി വലിയ ലെങ്ത്താണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു, സപ്ലൈസൊക്കെ ഭയങ്കര വലുതാണ്. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലും സെയിം ഫെവിസ്റ്റിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ പശയൊക്കെ തേച്ചു. ഇനി അതിനകത്തോട് ഒട്ടിച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നും കൂടെ കമൻറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് അതിനനുസരിച്ച് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം മാർച്ച് എല്ലാവർക്കും ആനുവൽ എക്സാമൊക്കെ അല്ലേ, അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിയത്. പിന്നെ അടുത്ത ഞാൻ ഇപ്പുറത്തെ പേജിൽ ഒട്ടിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇതിനകത്ത് ഈ നോട്ട് ലിസ്റ്റ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഈ നൈസ് ഡേ എന്നും പറഞ്ഞ ഈ സംഭവം കേട്ടോ ഞാൻ ഇപ്പുറത്തെ പേജിൽ ഒട്ടിക്കാൻ എടുക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയോ ലൈൻസ് കൊടുത്തുകൊണ്ട് എന്തൊക്കെയോ എഴുതാനാണെന്ന് എനിക്ക് കാണുമ്പോൾ തോന്നുന്നു. ബട്ട് എന്താ എഴുതേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലും ഞാൻ നേരത്തെ പോലെ തന്നെ പശ ഫെവിസ്റ്റിക്ക് തേച്ചു. ഇനി അത് ഇപ്പുറത്തെ പേജിലോട്ട് ഒട്ടിച്ചെടുക്കാം. ആ മുകളിൽ മൂലൊക്കെ ആയിട്ടാട്ടോ ഒട്ടിക്കുന്നത്, മുകളിൽ. അപ്പോൾ അവിടെ ഒട്ടിച്ചു കഴിഞ്ഞു, അവിടെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ കുറച്ച് സ്റ്റിക്കർ സ്റ്റാമ്പൊക്കെ ഉണ്ട് ഗൈസ്. സ്റ്റിക്കർ സ്റ്റാമ്പിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് വാഷി ടേപ്പ് ഒട്ടിക്കാം. അതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഗൈസ്, നല്ല രസമാണ് കാണാൻ. ഇത് ഒരു ഗ്രീനി വിൻറ്റേജ് ആയതുകൊണ്ട് നല്ല, പക്ഷേ വാഷി ടേപ്പിലൊക്കെ
നിറച്ച് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടി തന്നെ. അപ്പം നമ്മളത് ആ വാഷി ടേപ്പ് ഒട്ടിച്ചു. ഞാൻ ഈ വാഷി ടേപ്പ് ഒട്ടിച്ച താഴോട്ടായിപ്പോയി, അതുകൊണ്ട് എനിക്ക് നല്ലോണം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. അതൊരുമാവധി വളരെ എന്തോ ഒരു മ്ലാനതയിന്. സോ നമുക്ക് ഇനി എടുക്കാൻ പോകുന്ന ഈ വാഷി ടേപ്പിൻ്റെ പീസ് മുകളിൽ ആ നൈസ്റ്റയുടെ തുമ്പത്തൊട്ടിച്ചു കൊടുക്കാം ഗൈസ്. അതിനകത്തെ ഫ്ലവറൊക്കെ കണ്ടോ, റെഡ് ഫ്ലവർ, നല്ല രസമില്ല. എനിക്ക് ഈ വാഷി ടേപ്പ് തന്നെ എല്ലാം വളരെ വിൻറ്റേജ്. എനിക്ക് വിൻറ്റേജ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ വിൻറ്റേജ് സംഭവമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിൻട്രസ്റ്റിലൊക്കെ ഞാൻ വിൻറ്റേജ് ആയിട്ടുള്ള സംഭവമൊക്കെ കുറേ നോക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് സ്റ്റിക്കർ സ്റ്റാമ്പ് നല്ല രസമുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല അടിപൊളി വിൻറ്റേജ് ഐറ്റംസാണ്. അപ്പോൾ നമ്മളിതാ ഈ സ്റ്റിക്കറാണ് ഒട്ടിക്കാനെടുക്കുന്നത്. ആ സ്റ്റിക്കർ ഇപ്പുറത്തെ റൈറ്റ് പേജിൽ താഴെയായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ അവിടെ ആ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇനി നമുക്ക് ഒരു സ്റ്റാമ്പും കൂടെ എടുക്കാം. ഇനി മുകളിലത്തെ ഇത് വേണ്ട, റോസുള്ള ഫസ്റ്റത്തെ സ്റ്റാമ്പ് എടുക്കാം. ആ സ്റ്റാമ്പും ഇനി അതിന് മുകളിലായിട്ട് ഈ ലെഫ്റ്റിലെയും റൈറ്റിലെയും പേജിൻ്റെയൊക്കെ ചെറിയൊരു നടുക്കായിട്ടുള്ള ആ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇതേപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കണ്ടോ ഗൈസ്. ഇതേപോലെ ഞാൻ എല്ലാ സപ്ലൈസിനകത്ത് എടുക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് എല്ലാം കാണിക്കുന്നില്ല. ഞാൻ എല്ലാം വിശദമായിട്ട് മറ്റേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് പോയി കാണുക. ഈ ഇതിനകത്ത് നിന്ന് നമുക്ക് ആ താഴെയുള്ളത് എടുക്കാം, എന്നിട്ട് ആ ഭാഗത്തോട്ട് ഒട്ടിക്കാം. താഴെയുള്ള ഇലയൊക്കെ ക്ലിപ്പിനകത്ത് ഇട്ടേക്കുവാണ് അവർക്ക്, അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പം നമ്മളത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒട്ടിപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. എഴുതല്ല, ഒരു ചെടിയും കൂടെ ഒട്ടിക്കാം ഗൈസ്. ഇതിനകത്തുനിന്ന് ആ സൈഡുള്ള കുഞ്ഞതെടുത്ത് ഇവിടെ ഒട്ടിക്കാം. അപ്പം അത് ഞാൻ എടുത്തു. ഇനി നമുക്ക് ആ താഴോട്ട് ഒട്ടിക്കാം. ഇനി ഇപ്പോൾ ഒട്ടിപ്പ് പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അപ്പം ഞാൻ എഴുതാൻ ആലോചിക്കുന്നത് ഗ്രീൻ തീം എന്നാണ്. ഈ പേനായിട്ടോ ഞാൻ എടുക്കുന്നത്, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. ഇതേപോലത്തെ വലിയ നല്ല സ്മൂത്തായിട്ട് അതേപോലത്തെ പേനയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഇതൊക്കെ വെച്ചാട്ടോ എഴുതുന്നത്. ഞാൻ എഴുതുന്നതിനകത്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ എഴുതാൻ നിന്ന ക്യാമറ തട്ടി താഴെ വീഴും. സോ ഞാൻ എഴുതിയിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ അതിനകത്ത് കൊടുക്കാം. ഗ്രീൻ തീം എന്നാട്ടോ എഴുതിയേക്കുന്നതിനകത്ത്, കണ്ടോ ഗൈസ്. അപ്പം ഡിസൈനൊക്കെ കൊടുത്തു, നല്ല രസമുണ്ട് ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. അത് ഞാൻ എഴുതിയേക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ താഴെയായിട്ട് അവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഞാൻ വിചാരിച്ചത് വിൻറ്റേജ് എന്ന് എഴുതാമെന്ന്. അപ്പം നമുക്ക് ഈ പച്ച മാർക്കർ വെച്ച് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് വിൻറ്റേജ് എന്ന് എഴുതാം കേട്ടോ. അപ്പം ഈ ഫാബ്രിക് കാസ്റ്റലിൻ്റെ ബ്രഷ് പെന്നാട്ടോ ഞാൻ എടുക്കുന്നത്, കണക്ടർ ബ്രഷ് പെൻസാണിത്. അപ്പോൾ അത് വെച്ച് ഒരു നീണ്ട ബോക്സ് വരച്ചു കൊടുക്കാം. ഈ കളർ അത്ര പോരല്ലേ. വിൻറ്റേജിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്ക് ആ കളറങ്ങ് മൊത്തത്തിൽ കുളവാക്കി കഴിച്ചത്. എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് വിൻറ്റേജ് എന്ന് ഇനി അതിനകത്ത് എഴുതി നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഈ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എഴുതാൻ ഒത്തിരി പാടാണ്. അടിപൊളി. ഞാൻ വിൻറ്റേജ് ഒന്നും എഴുതി ഞാൻ കുളവാക്കി ഗൈസ്, അത് കൊള്ളത്തില്ല ഗൈസ്. ജി എഴുതിയപ്പോഴത്തേക്കും ഈ എഴുതാൻ സ്ഥലമില്ല. സോ നമുക്ക് കുറച്ചുകൂടെ സ്ഥലം സ്കെച്ച് വെച്ച് അങ്ങ് എഴുതി വരച്ചു കൊടുക്കാം. ഇനി അവിടെ ഈ എഴുതാം. ഇപ്പം തന്നെ കുളമായി. എന്തോന്നല്ല, ഞാൻ കുളവാക്കി. എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. എന്താ കുളവായോ ഇല്ലയോ, അതോ നല്ലോണം ഇരിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന്. ഒന്നുകൂടെ ബോക്സ് വരച്ചും കൂടെ ഞാൻ നല്ല വെടുപ്പായിട്ട് കുളവാക്കിയിട്ടുണ്ട് ഗൈസ്. കുളവാക്കാനൊക്കെ നമ്മളെ കഴിഞ്ഞ് വേറെ ആരല്ലേ. അപ്പം ഇതാ അവിടെ പരമാവധി ഇരിപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി ഇപ്പം നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഇതാണ് ഈ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ? ഇവിടൊക്കെ എന്താ എഴുതേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് എഴുതാം. നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ട് അതെന്താണൊക്കെ എഴുതേണ്ടത്, ഇതിൻ്റെയൊക്കെ പേര് ഞാൻ നോക്കിയിട്ട് അല്ലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമുക്ക് എഴുതാം ഗൈസ്. അത് കൊള്ളത്തില്ല, എഴുതി കൊള്ളത്തില്ല. പക്ഷേ ഗ്രീൻ തീം എന്ന് എഴുതി നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ലുക്ക്. എങ്ങനെയുണ്ട്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചാനലൊക്കെ കേട്ടോ.
അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.